നമസ്കാരം. എസ്എൻസി ലാവ്ലിൻ കേസിലെ സിബിഐയുടെ അപ്പീലിൽ സുപ്രീം കോടതി ഇന്ന് അന്തിമവാദം കേട്ടേക്കും. പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചോദ്യം ചെയ്തുള്ള അപ്പീലിലാണ് സുപ്രീം കോടതിയിൽ പരിഗണനയിലുള്ളത്. ഹർജി പരിഗണിച്ചാൽ സുപ്രീം കോടതി ആദ്യം സിബിഐയുടെ വാദം കേൾക്കും. 2017 ഒക്ടോബർ മുതൽ ഇത് 35ാം തവണയാണ് അപ്പീൽ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. കാനഡയിലെ എസ്എൻസി ലാവ്ലിൻ കമ്പനിയുമായുള്ള കരാർ വഴി 86.25 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടമുണ്ടാക്കിയെന്നാണ് സിബിഐയുടെ വാദം. എസ്എൻസി ലാവ്ലിൻ കേസിലെ പ്രതിപട്ടികയിൽ നിന്നും പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള 7 പേരെയാണ് 2013 നവംബറിൽ തിരുവനന്തപുരം പ്രത്യേക സിബിഐ കോടതി ഒഴിവാക്കിയത്. ഈ വിധി ശരിവെച്ച് ഹൈക്കോടതി വിധിക്കെതിരെ സിബിഐ നൽകിയ അപ്പീലാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. പിണറായി വിജയൻ ഉൾപ്പെടെ 3 പേരെ പ്രതിപട്ടികയിൽ നിന്നും ഒഴിവാക്കിയതിനെതിരെ 2017 ഡിസംബറിലാണ് സിബിഐ സുപ്രീം കോടതിയെ സമീപിച്ചത്. പിണറായി വിജയൻ, മുൻ ഊർജ്ജ വകുപ്പ് സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, ഊർജ്ജ വകുപ്പ് മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെയാണ് പ്രതിപട്ടികയിൽ നിന്നും കോടതി ഒഴിവാക്കിയിട്ടുള്ളത്.